നമസ്കാരം. മലയാള സിനിമയിലെ മെഗാസ്റ്റാറും രാഷ്ട്രീയത്തിലെ വില്ലനും ചേർന്ന് കേരളത്തെ ദാരിദ്ര്യമുക്തമാക്കിയ ചടങ്ങിന് ചെലവഴിച്ചത് കോടികൾ. പരിപാടിക്ക് ആളെ കൂട്ടാൻ അടിമ സഖാക്കൾക്ക് വിലയിട്ടത് വെറും തറവിലയായ 30 രൂപ മാത്രം. ആ കണക്കും പുറത്തു വന്നു കഴിഞ്ഞു. ലഘുഭക്ഷണത്തിനാണ് 30 രൂപ. തദ്ദേശ സ്ഥാപനങ്ങൾ ആളെ കൂട്ടി വന്ന് പരിപാടി ഗംഭീരമാക്കണമെന്നായിരുന്നു ഉത്തരവ്. അതിനുള്ള ചെലവാണ് അടിമകൾക്ക് 30 രൂപ. 30 രൂപയ്ക്ക് കിട്ടുന്ന ലഘുഭക്ഷണം തിന്നാൽ തന്നെ വയറ് നിറയും. മെഗാ താരങ്ങളെ കൊണ്ടുവന്ന് പരിപാടി കൊഴിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യാനായിരുന്നു ഈ മാമാങ്കം നടത്തിയത്. പിണറായി വിജയൻ്റെ ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്തത് കമലഹാസനായിരുന്നു. ലാലിസത്തിലൂടെ പിണറായിസത്തിൻ്റെ പ്രചാരകനായി മോഹൻലാലും നേരത്തെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. മമ്മൂട്ടി വരുമെന്ന് കേട്ടാലൊക്കെ പണ്ട് മനുഷ്യർ തിങ്ങിക്കൂടുമായിരുന്നു. ഇപ്പോൾ മമ്മൂട്ടിയെ കാണാൻ ആരെങ്കിലും വരണമെങ്കിൽ 30 രൂപ ദിവസക്കൂലി അങ്ങോട്ട് കൊടുക്കണം. വരുന്നവരുടെ ദുഃഖം പിണറായി വിജയനെ കൂടി കാണേണ്ടി വരുമല്ലോ എന്നോർത്താണ്. പിണറായി വിജയനെ എവിടെ പ്രദർശനത്തിന് കൊണ്ടുവച്ചാലും നിർബന്ധിച്ചു കൊണ്ടിരുത്തിയാലല്ലാതെ ആരും വരില്ല. വന്നാൽ തന്നെ പിണറായി 2 കവിൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ എഴുന്നേറ്റ് പോകും. വേടൻ വരുന്നുവെന്ന് പറഞ്ഞ് ആളെ വരുത്തിയിട്ട് അത് വിജയനെ കാണാനാണെന്ന തരത്തിലും ചില പരിപാടികൾ നടത്തിയിരുന്നു. മമ്മൂട്ടി അസുഖബാധിതനായ കാലം മുതൽ ആരാധകർ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. എത്രയും വേഗം തിരിച്ചു വരൂ എന്ന പ്രാർത്ഥനയായിരുന്നു അവർക്ക്. 9 മാസങ്ങൾക്ക് ശേഷം മലയാളികളുടെ അണ്ണാക്കിൽ അറക്കപ്പൊടി നിറയ്ക്കാനായിരുന്നു ഈ വരവെന്ന് ആരറിഞ്ഞു. ഒരാൾ 56 വാഹനങ്ങളുടെ അകമ്പടിയോടെ നാട് ചുറ്റുന്നു. മമ്മൂട്ടി വീട്ടുമുറ്റത്ത് 100 കാറുകൾ വരെ നിരത്തിയിട്ട് ആനന്ദം അനുഭവിക്കുന്നു. മകൻ്റെ കാറിൻ്റെ കാര്യം വേറെ. നികുതി വെട്ടിച്ചു കടത്തിയാണ് പുള്ളി ദാരിദ്ര്യം ലഘൂകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മമ്മൂട്ടി ഇങ്ങനെ ഒരു ഭൂലോക ദുരന്തത്തിനൊപ്പം വേദി പങ്കിട്ടത് മലയാളികളുടെ മൂലത്തിൽ ആപ്പടിക്കാനാണെന്ന് ആരറിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾ തനത് ഫണ്ട് കണ്ടെത്തി മെഗാ ഷോ വിജയിപ്പിക്കാനായിരുന്നു ആഹ്വാനം. ദേശവാസികളെ പിഴിഞ്ഞു കിട്ടുന്ന കാശുകൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും കഴിഞ്ഞുകൂടുന്നത്. അത് പോരാഞ്ഞിട്ട് വിജയൻ്റെ ധൂർത്തിനും ആഡംബരത്തിനും കാശ് വേറെ കൊടുക്കണം. ദാരിദ്ര്യം തുടച്ച ശേഷമുള്ള മമ്മൂക്കയുടെ പ്രസംഗം കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ ക്ലൈമാക്സിനെ ഓർമ്മിപ്പിച്ചു. മമ്മൂട്ടിയുടെ കണ്ണ് നിറഞ്ഞു. പണ്ട് പട്ടിണി കിടന്ന കാലത്തെ കഥയും കാതിൽ കടുക്കനിട്ട ഒരു കൂട്ടുകാരൻ ചോറ്റുപാത്രം നീട്ടിയതുമൊക്കെ മലയാളികൾ സങ്കടത്തോടെയാണ് കേട്ടിരുന്നത്. അതിൽ മമ്മൂട്ടി സിനിമാ നായകൻ അശോക് രാജായിരുന്നു. എന്നാൽ മമ്മൂട്ടിയുടെ ഇന്നലത്തെ പ്രസംഗം കേട്ട് പട്ടിണിപ്പാവങ്ങൾ വയറ് തിരുമ്മി. മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ ഞാൻ കണ്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളെന്നായിരുന്നു മമ്മൂക്ക കാച്ചിവിട്ടത്. കേരളം നാറിയ നാറ്റവും പിണറായിയുടെയും പാർട്ടിയുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന വികാസങ്ങളും കണ്ട് മനുഷ്യരിവിടെ കണ്ണ് തള്ളി നിൽക്കുകയാണ് സാർ. വെറുതെയാണോ സംവിധായകനും നടനുമായ ശ്രീനിവാസൻ പുമാനെ കൂളിംഗ് ക്ലാസ്സുകാരനായ അഴകിയ രാവണൻ എന്ന് വിശേഷിപ്പിച്ചത്? ഇതൊക്കെയാണെങ്കിലും പാവം മമ്മൂക്ക കേരളത്തോട് അല്പം കാരുണ്യം കാണിച്ചു. അതിദാരിദ്ര്യമേ മാറിയിട്ടുള്ളൂ, ദാരിദ്ര്യം അവശേഷിക്കുന്നു എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചു. അത് കേട്ട പിണറായി ദംശിക്കാനെന്ന വണ്ണം നാക്കുനീട്ടി. നാളെ കൈരളിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പോയാലും ദാരിദ്ര്യമുണ്ടെന്ന് മമ്മൂക്ക സമ്മതിച്ചല്ലോ, അത് മതി. പാവം പിടിച്ച ആശാവർക്കർമാർക്ക് എന്തെങ്കിലും കൂട്ടിക്കൊടുത്ത് അവരോട് കാരുണ്യം കാണിക്കുമെന്ന് സർക്കാരിനോട് പറഞ്ഞതിനാണ് ആ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും എടുത്ത് ദൂരെ കളഞ്ഞത്. കേരളത്തിലെ എല്ലാ മക്കളും ദുൽഖറും വിവേകരനുമല്ല. ഡിവൈഎഫ്ഐയുടെ കെണിയിൽ വീഴാതെ ഈ 2 തന്തമാരും മക്കളെ മാറ്റി പാർപ്പിച്ചു. ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നെങ്കിൽ ഗുജറാത്ത് കലാപം നടക്കുമായിരുന്നില്ല എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച മമ്മൂട്ടിയെങ്കിലും മകനെ ഡിവൈഎഫ്ഐയുടെ കൊടിയും ഉണക്ക നക്ഷത്രവും പിടിക്കാൻ വിട്ടുകൊടുക്കണമായിരുന്നു. ഭരണകൂടം നടത്തുന്ന ഈ ധൂർത്തിനെ കവച്ചു വയ്ക്കാൻ ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും വേറെയില്ല. അക്കാര്യത്തിൽ നമ്മൾ നമ്പർ 1 ആണ്. പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് എന്ന് ഇനി ആരെങ്കിലും ഇവിടെ അറിയാനുണ്ടോ? ഇല്ല. മച്ചിൻ്റെ മുകളിലെ മരപ്പട്ടികൾക്കും മാനത്ത് കണ്ണികൾക്കും വരെ അതറിയാം. പക്ഷേ പിണറായിക്ക് മാത്രം പിന്നെയും സംശയം. എന്നെ ആരെങ്കിലും തിരിച്ചറിയാതെ പോയാലോ, മറന്നുപോയാലോ? ശതാഭിഷേകം എന്ന റേഡിയോ നാടകത്തിലെ നിത്യകോടി മൂപ്പിന്നായ കിട്ടുമ്മാവനെ പോലെയാണ് പിണറായി. കിട്ടുമ്മാവൻ എല്ലാ ദിവസവും കോടി കിട്ടിയാലേ ഉച്ചക്കഞ്ഞി ഇറങ്ങും. എല്ലാ ദിവസവും ഒന്നുകിൽ കോൺക്ലേവ് അല്ലെങ്കിൽ മെഗാ ഷോകൾ, പൗരപ്രമുഖർക്കുള്ള വിരുന്ന്. ഇതില്ലെങ്കിൽ ഈ കാർന്നോർക്ക് ഇരിക്കപ്പുറതിയില്ല. എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, ഇങ്ങനെ പറഞ്ഞ് നിത്യവും ബഹളമാണ്. ഇന്നലത്തെ നിർമ്മാർജ്ജന പരിപാടി ശരിക്കും ഒരു CPM പരിപാടിയായി മാറി. നിത്യവൃത്തിക്ക് വകയില്ലാതെ വേലയും കൂലിയും കളഞ്ഞ് പാവങ്ങൾ പിണറായിക്ക് മുമ്പിൽ വന്നിരിക്കണം പോലും. പ്രസംഗം കേട്ട ശേഷം വീട്ടിൽ ചെന്ന്
തവിക്കണയെടുത്ത് വായുവിൽ 2 വീശി വീശിയിട്ട് പറയണം, ഓം ഹ്രീം പിണറായി സ്വാഹ, ദാരിദ്ര്യം മാറട്ടെ. ഉടൻ വീട് നിറയെ പല വ്യഞ്ജനങ്ങൾ വന്നു നിറയും. മമ്മൂട്ടിയെ ധ്യാനിച്ച് വടികറക്കിയാൽ ഒരു ഓട്ടോറിക്ഷ എങ്കിലും വീട്ടുമുറ്റത്ത് വന്ന് കിടന്നാൽ ഭാഗ്യം. എന്തുകൊണ്ടാണ് പാർട്ടി മമ്മൂട്ടിയെ രാജ്യസഭാംഗമാക്കാതിരുന്നത്? CPMൻ്റെ പ്രത്യേക ക്ഷണിതാവായെങ്കിലും വെക്കാമായിരുന്നു. പക്ഷേ തന്ത്രപൂർവ്വം മമ്മൂക്ക എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. അസുഖം മാറി ആദ്യം വന്നത് മമ്മൂക്ക പിണറായിക്ക് വേണ്ടി ജനങ്ങളെ വടിയാക്കുന്ന പരിപാടിയിൽ അഭിനയിക്കാനായിരുന്നു. അതോടുകൂടി ജനങ്ങളുടെ ആരാധന പകുതിയും പമ്പ കടന്നു. ആളൊന്നിന് 30 രൂപ വെച്ച് മുടക്കിയിട്ടും പങ്കാളിത്തം കുറവായി എന്നാണ് പരാതി. ഹണി റോസിനെയോ അന്ന രാജനെയോ കൊണ്ടുവന്ന് വേദിയിൽ നിർത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഈ നാട്ടിൽ പട്ടിണിയുണ്ടെന്ന് ഒരു മനുഷ്യനും പറയുമായിരുന്നില്ല. വീണ ജോർജിൻ്റെ നാടോടി നൃത്തവും ചിഞ്ചു റാണിയുടെ ഡാൻസും മന്ത്രി ആർ ബിന്ദുവിൻ്റെ റോക്ക് ആൻഡ് റോളും കൂടി നടത്തിയിരുന്നെങ്കിൽ ഫലം കണ്ടേനെ. ഇന്നലെ ഒരു ചർച്ചയിൽ അന്തം അടിമയായ അനിൽകുമാർ പറഞ്ഞത്, എവിടെയെങ്കിലും ദാരിദ്ര്യം കൊണ്ട് ആരെങ്കിലും കിടക്കുന്നത് കണ്ടാൽ സർക്കാരിനെ അറിയിച്ചാൽ മതി, അവരെ കൂടി ഞങ്ങൾ ചേർത്ത് പിടിക്കാം എന്നായിരുന്നു. പിണറായി വിജയൻ്റെ പരിപാടിക്ക് ആളെ ഇറക്കി കസേര നിറക്കാൻ 30 രൂപയാണ്. ഈ അടിമ അനിൽകുമാറിന് നിത്യം എത്ര രൂപയാണ് ചാനൽ ചർച്ചയിൽ വന്ന് വിവരക്കേട് പറയാൻ പാർട്ടി കൊടുത്തു വരുന്നത്? 2021 LDF പ്രകടന പത്രികയിൽ സമ്മതിച്ചിട്ടുള്ളത് കേരളത്തിൽ അതിദരിദ്രരുടെ എണ്ണം 4.5 ലക്ഷം എന്നാണ്. എന്നാൽ സർക്കാരിൻ്റെ സർവേയിൽ ദരിദ്രരുടെ എണ്ണം 64,000 ചില്ലുവാനമായി. ഇതെങ്ങനെയാണെന്ന് ഒരു നിശ്ചയവുമില്ല. ഇവരെല്ലാം ഇത്ര പെട്ടെന്ന് അതിദാരിദ്ര്യത്തിൽ നിന്നും എങ്ങനെ മുക്തി നേടിയെന്നുള്ളതാണ് അത്ഭുതം. ലോകരാജ്യങ്ങളും മോദിയും വരെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ്. കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം ഇങ്ങനെ നിരന്തരം തന്നെ കൊച്ചാക്കുന്നതിൽ മോദി ഇപ്പോൾ നാണം കിട്ടു. ഇനി ഒരുപക്ഷെ ആ അതിദരിദ്രർ എന്ന് പറയുന്നത് പാർട്ടിയും പിണറായി സർക്കാരും വിവിധ പദവികളിൽ തിരികെ കയറ്റി ജോലി കൊടുത്ത അന്തം കമ്മികൾ ആയിരിക്കുമോ? എന്തായാലും വരാൻ പോകുന്നത് കോൺഗ്രസ് സർക്കാരാണെങ്കിൽ അവർ രക്ഷപ്പെട്ടു. പാവങ്ങൾക്ക് വേണ്ടി ഒരു കരുതലും ഇനി ചെയ്യേണ്ട കാര്യമില്ല. പിണറായി വിജയൻ തുടച്ചു നീക്കിയിട്ട് പോയ അതിദാരിദ്ര്യം നിങ്ങൾ വരുന്ന ഉടനെ പെട്ടെന്ന് വീണ്ടും ഓലക്കുടയും ഒറ്റ കോണകവും അണിഞ്ഞ് തിരിച്ചു വരുമോ? അതിദരിദ്ര കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനായി തദ്ദേശ വകുപ്പ് നീക്കിവെച്ച തുകയിൽ നിന്നാണ് 1.5 കോടി രൂപ ഈ ധൂർത്തിന് കണ്ടെത്തിയത് എന്നുള്ളതാണ് അത്ഭുതകരം. ഈ പിണറായി വിജയൻ എന്ന ഈ അന്ധക്കരണം നമ്മളോട് കാണിക്കുന്ന ദുഷ്ടപ്രവർത്തികൾ ചില്ലറയൊന്നുമല്ല.